അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നും ഒരു ട്രാവൽ വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഈ ട്രാവൽ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണിത്. ഇത് ഒരു ഗേൾസ് ട്രിപ്പാണ്. കുറേ കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. ഗേൾസ് എന്ന് പറയുമ്പം അത് ആരാണെന്ന് നിങ്ങൾക്ക് പിന്നീട് കാണാം. ആരാണെന്ന് ഞാനിപ്പം പറയുന്നില്ല, പിന്നീട് കാണാം ഞാനും എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന്. അപ്പം ഞങ്ങൾ കുറേ ദൂരമൊന്നുമല്ല, സ്ഥലം അടുത്ത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു യാത്രയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെക്കേഷൻ്റെ നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ പോയതാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പം തന്നെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അങ്ങനെ എടുത്തു വെച്ചതാണ്. ചാനൽ തുടങ്ങുമ്പം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങളുടെ നാട് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് നിന്ന് ഞങ്ങൾ നേരെ ഊട്ടിയിലോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് നിന്ന് എളുപ്പമാണ്. കാസർഗോഡ് നിന്ന് കർണാടക വഴി സുള്ളിയിൽ നിന്ന് ഡയറക്റ്റ് ഊട്ടിയിലോട്ട് ബസ്സുണ്ട്. ബസ്സിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാത്രി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സുള്ളിയിലെത്തി. സുള്ളിയിൽ നിന്ന് ഡയറക്റ്റ് ബസ്സിൽ കയറിപ്പോയതാണ്. അങ്ങനെ അപ്പോഴൊന്നും രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. നമ്മളിപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ നമ്മൾ പകുതിയിൽ എത്തി അവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയ അത് മുതലുള്ള വീഡിയോ ആണ്. ഇപ്പം ഞങ്ങൾ ഊട്ടിയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. പക്ഷേ എൻ്റെ കൂടെ ഈ സമയത്ത് ഒരാളേ ഉള്ളൂ. അടുത്തയാണെന്ന് പറയുന്നത് അവർ നേരിട്ട് ഊട്ടിയിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനാണ് പ്ലാൻ. ഇത് ഞങ്ങളുടെ 3 പേരുടെയും ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഇങ്ങനെ പോകുന്നത്, ലേഡീസ് മാത്രമായിട്ട് പോകുന്നത്. എൻ്റെ അഭിപ്രായം ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കലെങ്കിലും പോകണമെന്നാണ് ഗേൾസ് ട്രിപ്പ്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. അത് ഗേൾസിൻ്റെ എന്താ പറയുക, ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ഫ്രീഡമോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു എന്താ പറയുക, അവരെ ആണുങ്ങളെ ആശ്രയിക്കാതെയുള്ള ആ ഒരു യാത്ര. സാധാരണ നമ്മൾ ആണുങ്ങളുടെ കൂടെ പോകുമ്പോൾ നമ്മളൊന്നും അറിയലില്ല, ഒരു കാര്യവും നമ്മൾ ചിന്തിക്കാറോ ഒന്നുമില്ല. അവർ നോക്കിക്കോളും, നമ്മൾ അവരുടെ പിറകെ അങ്ങ് നടക്കലാണ്. പക്ഷെ ഇത് എല്ലാ കാര്യവും നമ്മൾ ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നത്. ഇത് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് അത്ര നമുക്ക് പറയാൻ പറ്റില്ല, അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. നമ്മളവിടെ ശരിക്കും ഒരു കുട്ടികളെ പോലെ ആയിരുന്നു. കുട്ടികളെ പോലെ അത്രത്തോളം നമ്മൾ എന്താ പറയുക, ആ ഒരു കുട്ടിക്കളിയും ആ ഒരു സന്തോഷവും നമ്മൾ 3 പേരും അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കളുടെ കാര്യം നമ്മുടെ ഉമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉമ്മേൻ്റെ അടുത്താകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവരും ഹാപ്പിയാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളില്ലാത്തതുകൊണ്ട് അങ്ങനെ വിഷമമൊന്നുമില്ല. ഉമ്മേൻ്റെ അടുത്താകുകൊണ്ട് അവരെ കളിയും ചിരിയായിട്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. അവസാനം ഊട്ടിയിലേക്ക് ആ പോകുന്ന വഴിയുള്ള ആ മരങ്ങളും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ക്ലൈമറ്റും ആയിരുന്നു, ചെറിയൊരു ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി.
ഊട്ടിയിലെത്തി നമ്മൾ അടുത്തയാളെയും കൂടി കണ്ടുമുട്ടി. അങ്ങനെ നമ്മൾ 3 പേരും കൂടി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോസ്റ്റലാണ്. അങ്ങനെ അവിടെ എത്തി. ഇവിടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുമ്പം ഇപ്പം ലേഡീസ് ഇങ്ങനെ ഹോസ്റ്റൽ പോലെയാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ 3 പേര് ആരാണെന്ന് ഇപ്പോൾ കാണാം. ഇവരാണ് എൻ്റെ കൂടെയുള്ളത്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫാണ്. റെഡ് കളറ് എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫാണ്. അങ്ങനെ ഞാനും എൻ്റെ 2 നാത്തൂമാരും കൂടിയാണ് ഞങ്ങൾ പോയത്. ഇത് ഹോസ്റ്റലിൻ്റെ അകത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷായി പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ്. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1-2 റീൽസൊക്കെ എടുത്തങ്ങ് എൻജോയ് ചെയ്തു. നമ്മളവിടെ ഹോസ്റ്റലിൽ എത്തുമ്പം രാവിലെ 11 മണിയായിട്ടോ. 11 മണിക്ക് എത്തി, ഫ്രഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുറത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ടാക്സി വന്നിട്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ നമ്മൾ നേരെ വന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഊട്ടി എന്ന് പറയുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ആർക്കൊന്നും കൂടുതൽ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് കയറിയാൽ. പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും എല്ലാം കൂടി നല്ല മനസ്സിന് ഒരു കുളിർമയുള്ള ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് ഇതായിരുന്നു വേണ്ടിയിരുന്നത്. ശരിക്കും ഒരു ലോങ് ട്രിപ്പും അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശം. നമ്മളിങ്ങനെ നടക്കുക, സംസാരിക്കുക, കളിക്കുക, ചിരിക്കുക, ഇതൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. പിന്നെ കുറേ റീൽസ് കാര്യങ്ങളായിട്ട് അങ്ങനെ കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടി കാഴ്ചകൾ കണ്ടോളൂ കേട്ടോ. ഞാനൊരു പരിചയപ്പെടുത്താൻ വിട്ടുപോയി, ശരിക്കും പേര് പറയാനൊക്കെ വിട്ടുപോയി. മൂത്തയാൾ ആഷിഫയാണ്. ആഷിഫ എന്ന് വെച്ചാൽ അഷ്റഫിൻ്റെ വൈഫാണ്. എൻ്റെ ബ്രദർ അഷ്റഫിൻ്റെ വൈഫാണ്. രണ്ടാമത്തെ ആൾ ഷാഹിദയാണ്. ഷാഹിദ എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഷെരീഫിൻ്റെ വൈഫാണ്. ഇവർക്ക് രണ്ടാൾക്കും 2 മക്കളാണ്. മൂത്തയാൾക്ക് ഒരു പെണ്ണും ഒരാണുമാണ്. രണ്ടാമത്തെ ആൾക്ക് 2 ആൺകുട്ടികളാണ്. നമ്മളെന്ന് വെച്ചാൽ നാത്തൂന്മാരെ പോലെയല്ല, ശരിക്കും നമ്മൾ 3 സിസ്റ്റേഴ്സാണ്. നമ്മൾ 3 പേരും ആ ഒരു ഇതിലാണ് നമ്മൾ ഉള്ളത്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എന്നുവെച്ചാൽ എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല, 2 ബ്രദർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ശരിക്കും എനിക്ക് 2 സിസ്റ്റേഴ്സ് തന്നെയാണ്.
ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. സെയിം ടാക്സി തന്നെയാണ്, അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസത്തേക്ക് മൊത്തമായിട്ടങ്ങ് ടാക്സി എടുത്തതാണ്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തി. അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കുറേ കുഞ്ഞു മക്കൾ അവിടെ ഉണ്ടായിരുന്നു മരത്തിന്മേൽ. ഇവിടെ നല്ല രസമായിരുന്നു ഈ കുരങ്ങന്മാരൊക്കെ കാണാനായിട്ട്, നല്ല രസമായിരുന്നു. പിന്നെ ചെറിയ ചാറ്റൽ മഴ എവിടെയും ഉണ്ടായിരുന്നു, പക്ഷെ നല്ല മഴ ആയിരുന്നില്ല. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ആ ഒരു ചെറിയൊരു ചാറ്റൽ മഴ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. നല്ല കളിയും ചിരിയും ഒക്കെ ആയിട്ട് കുറേ റീൽസും ഒക്കെ ആയിട്ട് നമ്മളവിടെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു കായൽ കാണാനായിട്ടാണ് നമ്മളെത്തിയത്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടുത്തെ വ്യൂ നല്ല രസമായിരുന്നു. കുട്ടിയൊക്കെ കളിക്കാനും പിന്നെ ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു. പിന്നെ നമ്മൾ പോയത് വെൻലോക്ക് ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. നമ്മൾ അവിടെ എത്തി. ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ മേലെ കയറി കഴിഞ്ഞാൽ ആ സീനറി കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ശരിക്കും നമുക്കവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് ശരിക്കും നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റി. ഷൂട്ടിംഗ് പോയിൻ്റാണിത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ മടങ്ങുകയാണ്. മടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഹോസ്റ്റലിലെത്തി. അവിടെ നമ്മൾ ചായ കുടിക്കുകയാണ്. ഇവിടെ പുറത്തിരുന്നിട്ടാണ് നമ്മളിപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതോടുകൂടി നമ്മുടെ ഊട്ടി യാത്രയുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. Thank you.